back to my channel. കഴിഞ്ഞ വീഡിയോയിൽ ബ്ലൗസ് കട്ട് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിക്ക് വെച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ച ബ്ലൗസ് പീസാണിത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലെയും ടക്ക് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്തെ പടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലെയും പടിഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടക്ക് വെച്ച പാട്ടിനെ പടിഭാഗമായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഹുക്ക് വെച്ച് കൊടുക്കാനുള്ള ആ കഷ്ണം ഇതിൻ്റെ അടിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വലതുഭാഗത്ത് ഈ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുഴിച്ച് കെട്ടാനായി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൈ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൈ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി ചെയ്യുന്നത് ഈ ബ്ലൗസിൻ്റെ നെക്ക് ഈ ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മടക്കി വെച്ച് കൈത്തുന്ന് തുന്നി കൊടുത്താൽ മതി. അത് അവസാനം ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൈയുടെ രണ്ട് സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. അതിനു മുന്നേ ഇതിൻ്റെ അളവുകളൊന്ന് മാർക്ക് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഓൾറെഡി പഴയ ബ്ലൗസിൽ നിന്ന് അളവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗത്തെ അളവ് വന്നിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ 10.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ താഴ്ഭാഗം വന്നിരിക്കുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ സീം അലവൻസ് 1.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കാം. കൈയിൻ്റെ വണ്ണം വന്നിരിക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ഈ സൈഡിലെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ കറക്റ്റ് മാർക്കിംഗ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 10 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് നേരത്തെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ തന്നെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ അളവുകൾ കറക്റ്റ് ആവൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ശ്രദ്ധിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏഴര ഇഞ്ച് ആണ് ഇവിടുത്തെ അളവ് വന്നിരിക്കുന്നത്. 9.5 ഇഞ്ചാണ് ഈ മുകൾ ഭാഗത്തെ വണ്ണം വന്നിരിക്കുന്നത്. കൈവണ്ണം 6 ഇഞ്ച്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൈത്തുന്ന് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഈസിയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.